പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ നിന്ന് ഒരു വാക്യം ഉദ്ധരിച്ചുകൊണ്ട് നമുക്കിന്നത്തെ ധ്യാനം ആരംഭിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യമാണ് ഞാൻ വായിക്കുന്നത്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, നിങ്ങളുടെ അടുത്തേക്ക് വരും. അന്ത്യത്താഴത്തിൻ്റെ വേളയിൽ ദീർഘമായൊരു പ്രഭാഷണം, ഒരു വിടവാങ്ങൽ പ്രസംഗം യേശു നടത്തിയതായി യോഹന്നാൻ സുവിശേഷകനാണ് രേഖപ്പെടുത്തുന്നത്. അന്ത്യത്താഴം 4 സുവിശേഷകന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇത്രയും ദീർഘമായ പ്രബോധനം അത് യോഹന്നാനിൽ മാത്രമേ കാണുകയുള്ളൂ. അതിനു മുമ്പ് തന്നെ ചില സംഭവങ്ങൾ നടന്നിരുന്നു. യേശു ശിഷ്യന്മാരുടെ മുമ്പിൽ മുട്ടുകുത്തി അടിമയെപ്പോലെ കാലുകൾ കഴുകി. അതവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അതിനുശേഷം യേശു പറഞ്ഞു, എല്ലാവരും അവൻ ലിടറിപ്പോകും, അവനെ വിട്ടുപേക്ഷിച്ചു പോകും, ഇടയനെ അടിക്കും, ആടുകൾ ചിതറിപ്പോകും, നിങ്ങൾ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും എന്നെല്ലാം പറഞ്ഞു. അവസാനം നിങ്ങളെല്ലാവരും എന്നെ ഉപേക്ഷിച്ചു പോകും എന്നും യേശു പറഞ്ഞു. അപ്പോൾ ക്രൂരമായൊരു മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് യേശു ഈ അന്ത്യത്താഴവും അന്ത്യപ്രഭാഷണവും വിടവാങ്ങൽ പ്രസംഗവും നടത്തുന്നത്. ശിഷ്യന്മാർ ദുഃഖിതരായിരുന്നു. ഗുരുനാഥൻ തങ്ങളെ വിട്ടുപോകുന്നു എന്നുള്ള ആ ഒരു അവബോധം അവർക്ക് താങ്ങാനാവാത്ത ഒരു ഭാരമായി. ഉറ്റവർ, ഉടയവർ, ആരെ നമ്മൾ അങ്ങേയറ്റം സ്നേഹിക്കുന്നുവോ, ആരിൽ നമ്മുടെ ജീവിതം നമ്മൾ സമർപ്പിക്കുന്നുവോ, ആ വ്യക്തി നമ്മൾ നകന്നു പോകുന്നു. അത് അപ്പനാവാം, അമ്മയാവാം, ഭാര്യയാവാം, ഭർത്താവാകാം, സ്നേഹിതനോ സുഹൃത്തോ മക്കളോ ആരുമാകാം. നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവനും കേന്ദ്രമായി നമ്മൾ കരുതുന്നൊരു വ്യക്തി നമ്മൾ നകന്നു പോകുന്നുവെന്ന് മനസ്സിലാകുമ്പോൾ ഒരു വലിയ ദുഃഖം നമുക്കുണ്ടാകും. അതിനേക്കാളും വലുതായിരുന്നു ശിഷ്യന്മാരുടേത്. ഈ വിരഹദുഃഖം താങ്ങാനാവാത്ത ശിഷ്യന്മാരോടാണ് യേശു പറയുന്നത്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. വീടും നാടും വിട്ട് വള്ളവും വലയും ഉപേക്ഷിച്ച് ഇറങ്ങി തിരിച്ചപ്പോൾ യേശുവിലായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. ദൈവരാജ്യം സമാഗതമാകുന്നു, ആ രാജ്യത്ത് നിങ്ങൾ ജീവിക്കുമെന്നൊക്കെ അവർ വിചാരിച്ചിരുന്നു. ഇപ്പോൾ ഗുരുനാഥൻ കടന്നു പോവുകയാണ്. അവിടുന്ന് വാഗ്ദാനം ചെയ്യുന്നു, അനാഥരായി വിടുകയില്ല. ഈ മരണത്തിനപ്പുറത്തേക്ക് യേശു കടന്നു വരും. ഈ മരണം അനാഥനായി വിടുന്നതായിരിക്കുകയില്ല, യേശു വീണ്ടും വരും, അവരുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് വാഗ്ദാനം ചെയ്യുകയാണ്. 2 തരത്തിലാണ് യേശു അവർക്ക് ആശ്വാസം നൽകുന്നത്. ഒന്ന്, സഹായകനായി ഒരാളെ അയക്കും. ദൈവത്തിൽ നയിക്കുന്ന ദൈവത്തിൻ്റെ തന്നെ പരിശുദ്ധാത്മാവിനെ അവൻ അയക്കും. പാരക്ലേത്തോസ് എന്നാണ് പറയുന്നത്. കൂടെ ഉണ്ടായിരിക്കുന്നവൻ, അഭിഭാഷകൻ, സഹായകൻ എന്നൊക്കെയാണ് അർത്ഥം. നിങ്ങളെ സഹായിക്കാനായി മറ്റൊരു സഹായകനെ കൂടെ ഉണ്ടായിരിക്കാൻ അയക്കും. അപ്പോൾ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുക ഒന്ന്. രണ്ടാമത്തേത്, പരിശുദ്ധാത്മാവിനെ അയക്കുന്ന യേശു തന്നെ വീണ്ടും കടന്നു വരും, ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരും. അത് പിന്നീട് അവരനുഭവിക്കും. ഇന്നും ഈ വാഗ്ദാനം നിലനിൽക്കുന്നുണ്ട്, അനാഥരായി വിടുകയില്ല. എനിക്ക് ആരുമില്ല എന്ന് വിചാരിക്കുന്നവരോട് യേശു പറയും, ഇതാ നിനക്ക് ഞാനുണ്ട് കൂടെ. നിൻ്റെ ഉറ്റവരും ഉടയവരും നിന്നെ ഉപേക്ഷിച്ചാലും, എല്ലാവരും നിനക്ക് നഷ്ടപ്പെട്ടാലും ഞാൻ നിൻ്റോടുകൂടി ഉണ്ടാവും. എങ്ങനെയാണ് യേശു ഇന്ന് നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരിക? പരിശുദ്ധാത്മാവിലൂടെ തീർച്ചയായിട്ടും വസിക്കുന്നുണ്ട്. അനേക രീതിയിൽ, 1000 രീതിയിൽ അവിടുന്ന് ഇപ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും. നമ്മുടെ ഉള്ളിൽ അവൻ വസിക്കുന്നുണ്ടെന്ന് ഓർക്കുക. ദൈവമാത്മാവാണ്, നമ്മുടെ ആത്മാവിലാണ് അവൻ വസിക്കുക. എന്നും കൂടെ വസിക്കുന്നവൻ വീണ്ടും വീണ്ടും നമ്മുടെ ഹൃദയത്തിലേക്ക് അവൻ കടന്നു വരുന്നുണ്ട്. ചിലപ്പോൾ നമുക്ക് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടായിരിക്കാം. അരുതാത്തത് എന്തെങ്കിലും ഞാൻ ചെയ്യാനായിട്ട് ഒരുങ്ങുമ്പോൾ, പ്രലോഭനത്തിൽ പെട്ടുപോകുമ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് എൻ്റെ കാതുകളുടെ പിന്നിൽ ഒരു സ്വരം കേൾക്കും, അരുത് കുഞ്ഞെ, അരുത്, അത് തെറ്റാണ്. ഞാൻ തെറ്റ് ചെയ്തു പോയാൽ, പാപത്തിൽ വീണു പോയാൽ എൻ്റെ മനസാക്ഷിയെ എന്നെ കുറ്റപ്പെടുത്തും, നീ ചെയ്ത് ശരിയായില്ല, അത് തെറ്റാണ്, പാപമാണ്, പിന്തിരിയണം. എന്നോട് സംസാരിക്കുന്ന ദൈവം. മറ്റുള്ളവൻ്റെ വേദനയും ദുഃഖവും കാണുമ്പോൾ അലിവ് തോന്നുന്ന, കരുണ തോന്നുന്ന, എൻ്റെ ഉള്ളിൽ കരുണയായി ആർദ്രതയുടെ ഉറവായി കടന്നു വരുന്നതും ഈ യേശു തന്നെയാണ്. മറ്റുള്ളവരോട് കരുണ തോന്നുമ്പോൾ, അനീതിക്കെതിരെ പ്രതികരിക്കാനായിട്ട് എന്നെ പ്രേരിപ്പിക്കുമ്പോൾ, ഒരാൾ അനീതിക്ക് വിധേയമായി തീരുമ്പോൾ ആ അനീതിക്കെതിരെ പ്രതിഷേധിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നതും ദൈവത്തിൻ്റെ ശബ്ദമാണ്, അരുത് എന്ന് പറയാൻ. ചിലപ്പോൾ ഒറ്റയ്ക്കിരുന്ന് കരയുമ്പോൾ ആശ്വാസമായി, കാരുണ്യമായി, ഒരു തലോടലായി അവൻ കടന്നു വന്നുവെന്ന് വരും. ഇതെല്ലാം എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന യേശുവിൻ്റെ സാന്നിധ്യമാണ്. ഇതിനും അപ്പുറത്ത് മറ്റു രീതിയിലും കടന്നു വരും. എൻ്റെ സഹായം അർഹിക്കുന്നവനായി, വിശക്കുന്നവനായി, ദാഹിക്കുന്നവനായി, വീടില്ലാത്തവനായി, പരദേശിയായി, അഭയാർത്ഥിയായി എൻ്റെ ഉള്ളിലേക്ക്, എൻ്റെ അടുക്കിലേക്ക് ഒരുപാട് രീതിയിൽ യേശു കടന്നു വരും. ആ കടന്നു വരുന്നവനെ തിരിച്ചറിയാനായിട്ട് ഉൾക്കണ്ണ് തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഏകാന്തതയിൽ ഞാൻ ഒറ്റപ്പെട്ടു പോകാതെ, അനാഥനാണെന്ന് വിചാരിക്കാതെ,
യേശുവിൽ ആശ്വാസം കണ്ടെത്താൻ, അതോടൊപ്പം അനാഥരായിത്തീരുന്നവർക്ക് ഒരു തുണയായി നിൽക്കാൻ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.